കൊള്ളായിരുന്നു. നല്ല വന്നിരുന്നവരെല്ലാരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് സിനിമ സൂപ്പർ. അതിലൊക്കെ മേലെ സൂപ്പർ സൂപ്പർ അടിപൊളി. ശേഷം ഒരു നല്ലൊരു ഫൈറ്റ്, നല്ല ഒരു മൂവി കണ്ടു. നല്ല പടം. പൃഥ്വിരാജ് സിനിമ, പൃഥ്വിരാജിന്റെ പൊള്ളി എന്ന് പറഞ്ഞ വേറെ ലെവൽ ഐറ്റം. പിന്നെ ലാലേട്ടന്റെ ഒരു ഗംഭീര ക്യാമിയുണ്ട്. അത് നിങ്ങൾ പടം തിയേറ്ററിൽ തന്നെ കാണണം. അതായത് പൊള്ളി എന്ന് പറഞ്ഞ വേറെ ലെവലാണ്. പൃഥ്വിരാജ് ഫസ്റ്റ് ഹാഫ് ഇമോഷണലാണ്, സെക്കൻഡ് ഹാഫ് മാസ് പൊളിയോട് പൊളി. സോറി, ഓണം പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി. എല്ലാവർക്കും പടം കുഴപ്പമില്ല. വിചാരിച്ചത്ര മാസ് സീൻസോ അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് എലിവേറ്റഡ് സീൻസ് ഒക്കെ കുറവാണ്. പക്ഷെ ഡീസന്റ് മേക്കിംഗ് ആണ്. സ്ക്രിപ്റ്റാണ് കുറച്ച് പോരായ്മയായിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഫാമിലി മെലോ ഡ്രാമ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അല്ലാണ്ട് മേക്കിംഗ് ഡീസന്റ് ആണ്. ക്ലൈമാക്സിൽ ഒരു 30 മിനിറ്റ്സ് പീക്കാണ്. അതുകൊണ്ട് നമുക്കൊരു സിനിമ കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എല്ലാം കൊണ്ടും ഓക്കെയാണ്. പൃഥ്വിരാജ് ആയാലും ബാക്കി എല്ലാം ഓക്കെ ആയിട്ട് തോന്നി. മ്യൂസിക് എനിക്ക് ഒരു പ്രശ്നമായി തോന്നിയത്, ഈ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ള പടങ്ങളാവുമ്പോൾ അവര് അങ്ങനത്തെ ഒരു മ്യൂസിക് മിക്സ് ചെയ്യപ്പെടും. അപ്പൊ അതെനിക്ക് കുറച്ച് വേണ്ടായിരുന്നു തോന്നി. കാരണം ഇപ്പൊ സിനിമയിലെ ക്യാരക്ടേഴ്സ് ആ ഒരു റിലീജിയനാണ്. പക്ഷെ അതും പറഞ്ഞ് മ്യൂസിക് അങ്ങനത്തെ ഒരു, ഇത് നിങ്ങൾക്ക് അറിയാലോ, റിലീജിയൻ ബേസിലുള്ള മ്യൂസിക് ഉണ്ട്. അത് മാത്രം മിക്സ് ചെയ്ത് വെക്കും. അല്ലാണ്ട് നോർമൽ മ്യൂസിക് മിക്സ് ചെയ്താലും ഓക്കെയാണ്. പക്ഷെ അത് മാത്രം റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി. അല്ലാണ്ട് മ്യൂസിക് ഓക്കെയാണ്. ബാക്കി വെച്ച് നോക്കി കഴിഞ്ഞാൽ അടിപൊളി പടം. പൃഥ്വിരാജ് കംബാക്കാണ്, തൂക്കി. ക്യാമിയോ ലാസ്റ്റ് 2 ക്യാമിയോ എന്ന് പറയുമ്പോൾ ഓൾറെഡി അറിയണ ക്യാമിയോ ഉണ്ട്, പിന്നെ അറിയാത്തൊരു ക്യാമിയോ കൂടി ഉണ്ട്. അത് വെറും വിഷയമാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടിപൊളി പടം. മ്യൂസിക് എല്ലാം നല്ല രീതിക്ക് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം അടിപൊളിയാണ്. എല്ലാം നല്ല രീതിക്ക് ഓണം തൂക്കി, വിജയ് തൂക്കി, എല്ലാരും തൂക്കി. ആക്ഷനൊക്കെ അടിപൊളിയാണ്. കഥ ക്ലീശയാണ്, ആക്ഷനൊക്കെ അടിപൊളിയാണ്. പൃഥ്വിരാജ് ഒട്ടനോട്ട് അടിപൊളിയായിരുന്നു. കൊള്ളാം, മൊത്തത്തിൽ നല്ലതായിരുന്നു. ഫൈറ്റ് എല്ലാം സൂപ്പറായിരുന്നു. എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ക്യാമിയോ ലാലേട്ടന്റെ ലുക്ക് എസ്പെഷ്യലി അടിപൊളിയായിരുന്നു. ഇതുവരെ കാണാത്തൊരു ലുക്കായിരുന്നു. കിടില ലുക്ക്. ജെയ്ക്സ് ബിജോയും കൊള്ളാം. ജെയ്ക്സ് ബിജോന്റെ പരിപാടിയും കൊള്ളാം. ഓവറോൾ നല്ലൊരു പടം. ഓണം തൂക്കിയ നാളാണ് മറ്റേ പടം വരുന്നത്. അപ്പൊ നാളെ അതും കൂടി അറിഞ്ഞിട്ട് വേണം ബാക്കി ഓണം തൂക്കിയെന്ന് അറിയാം. മൊത്തത്തിൽ ഇത് കൊള്ളാം, നല്ലൊരു പടം. കിടുക്കി, അടിപൊളി. ഒരു തിയേറ്റർ അങ്ങ് കുലുങ്ങിന്ന് ഞാൻ പറയാം. കിടിലനായിരുന്നു. അല്ല, ഫാമിലി ഡ്രാമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല പടമായിരുന്നു. എന്റെ മോനെ പ്രത്യേകം സുമ്മാവാ, ഒരു രക്ഷയില്ല. പിന്നെ നെഗറ്റീവ് അടിച്ച പടം പൊട്ടെന്ന് പറഞ്ഞ നെഗറ്റീവുകളോട് ഒന്നേ പറയുന്നുള്ളൂ. പടം പൊട്ടി, അവന്റെ ഒക്കെ നെഞ്ചത്ത് കയറിയിരുന്ന് പടം പൊട്ടിച്ചിട്ടുണ്ട്. വിനു വി എബ്രഹാം, വൈശാഖ്, ഒരു രക്ഷയില്ല. മാസം എന്ന് പറഞ്ഞ ഏട്ടന്റെ വരവ് കിള്ളല്ലേ, ഒരു രക്ഷയില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് നമ്മളെ ഫസ്റ്റ് ഹാഫിനെക്കാളും പ്രതീക്ഷിച്ചാണ് സെക്കൻഡ് ഹാഫ്. ലാസ്റ്റ് എൻഡ് ഒരു രക്ഷയില്ല. ട്വിസ്റ്റ് ഉണ്ട് കേട്ടാ, ട്വിസ്റ്റ് ഉണ്ട്. മ്യൂസിക് എല്ലാം പക്കേ. നമുക്ക് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ചെറിയൊരു ടെൻഷൻ. ഒരു രക്ഷയില്ല. റൈറ്റർ ജിനു എബ്രഹാം, ഒരു രക്ഷയില്ല. കളകിയിട്ടുണ്ട് മൊത്തത്തില്. ടോട്ടലി കൊള്ളാം. ഒരു മൂവി ആയിരിക്കും വിചാരിച്ച, പക്ഷെ ഫാമിലി ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. എല്ലാ ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും എൻജോയ് ചെയ്തു. വളരെ നല്ല. ഓണം തൂക്കാൻ പറ്റും, തീർച്ചയായിട്ടും തൂക്കാൻ പറ്റും. അത് ഒരു ഗസ്റ്റ് റോൾ ഉള്ളൂന്നാണ് വിചാരിച്ചത്. പക്ഷെ അവസാനം ഒരു സർപ്രൈസ് ആയിട്ട് വേറൊരു ഗസ്റ്റ് റോൾ ഉണ്ട്. ഞാൻ അത് മിന്നിച്ചു. ഓക്കെ, മ്യൂസിക് അടിപൊളി. നല്ല എഫക്റ്റ് ഉണ്ട്. നല്ല ക്ലൈമാക്സ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഏട്ടന്റെ ലുക്ക് അടിപൊളി. സർപ്രൈസ് ലുക്കാണ്. അടിപൊളി. എൻജോയ് ചെയ്തു തീർച്ചയായിട്ടും.